എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഇന്ന് പറയാൻ പോണത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 100ഓളം ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പറ്റണ ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം, പിന്നെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ എങ്കിലും ഇന്ന് നമ്മൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 24, 36, 60 എന്നീ സംഖ്യകളുടെ HCF എന്താണ്? HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അല്ലേ? HCF എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് കോമൺ ആയിട്ട് നമുക്ക് 24-ലും 36-ലും 60-ലും പോണത് ഇതിലേതാണ്? 2 പോവും അല്ലെ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താണ്? 12. ഇവിടെ എന്ത് വരും? 18. ഇവിടെ എന്ത് വരും? 30 അല്ലെ? ഇനിയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 3-നെയും അല്ലെ? അപ്പൊ 6 2 12, 9 2 18. ഇവിടെ എന്താ വരിക? 15 2 30 അല്ലെ? ഇനി 3-ലും പോണത് ഇനി 2 പോവോ? ഇല്ല, 3-ലും പോവില്ല. അപ്പൊ ഇനി 3 പോവോ നോക്കൂ. 3 പോവും. അപ്പൊ 3 എഴുതുക. 3 6, 3 9, 3 15. ഇനി 3-ലും പോണത് വല്ലതും ഉണ്ടോ? ഇല്ല. 2 3 5 എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്രൈമാണ്. ഇതില് ആകെ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? HCF കിട്ടും. അപ്പൊ ഇവിടെ HCF എന്താണ്? 2 × 2 × 3. അത് എത്രയാണ്? 12. 12 എന്നുള്ളതാണ് ബി ഓപ്ഷൻ. അപ്പൊ ഇങ്ങനെയാണ് HCF കാണുക. LCM ആവുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ LCM ആണ്, അത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് LCM ചെയ്യാം? 18, 24, 30 എന്നീ സംഖ്യകളുടെ LCM ഏതാണ്? അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് നോക്കാം. 18-ലും 24-ലും 30-ലും പോണത് 2-ലും 3-ലും പോണത് ഉണ്ട് വെച്ചെങ്കിൽ അത് ആദ്യം ചെയ്യാം. അപ്പൊ 2 പോവും അല്ലെ? 9 2 18. ഇവിടെ എന്താ വരിക? 12 24, 15 2 30 അല്ലെ? ഇനി 3-ലും പോണത് ഏതാണ്? 3 പോവും അല്ലെ? 3 9, 4 3 12, 3 15. ഇനി 3-ലും പോണത് ഇല്ല അല്ലെ? ഇനി 2 എണ്ണത്തിലെങ്കിലും പോണതുണ്ടോ നോക്കൂ. അതും ഇല്ല അല്ലെ? അപ്പൊ ഇനി നമുക്ക് എന്താണ്? അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ എന്താണ്? 2 × 3 × 3 × 4 × 5. 4 5 20 അല്ലേ? വേഗത്തിൽ ചെയ്യാനാണ് ഈ × 5 ആദ്യം ചെയ്യണത്. 4 5 20. 20 × 3 എത്രയാണ്? 60. 60 × 3 എത്രയാണ്? 180. 180 × 2 എത്രയാണ്? 360. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, √144 എങ്ങനെയാണ്? നമുക്കറിയാം 100-നേക്കാട്ടും മീതെയാണ് അല്ലെ? അപ്പൊ 100-നേക്കാട്ടും മീതെ എന്ന് പറഞ്ഞാൽ 10 × 10 ആണ് 100 അല്ലെ? അപ്പൊ സ്ക്വയർ റൂട്ട് 100 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ? അതിനെക്കാട്ടും കൂടുതലാണ്. എന്നാൽ 20 വരെ എത്തൂല അല്ലെ? 20 × 20 എത്രയാ? 400 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് അല്ലെ? 400-ന്റെ ഇടയിലാണ്. പക്ഷെ ഇവിടെ വൺസ് പ്ലേസ് നോക്കൂ, അതായത് ഒറ്റ സ്ഥാനം നോക്കൂ, 4 ആണ്. അപ്പൊ ഏത് 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 അറ്റത്ത് വരിക? 2 × 2 ആയാൽ 4 വരും അല്ലെ? പിന്നെ എന്താണ്? പിന്നെ ഏതിലാണ് വരിക? 8 × 8-ലും വരും 4 അല്ലെ? അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞ് 2 ഒറ്റയുടെ സ്ഥാനത്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ 12 അല്ലേ? 12 × 12 എത്രയാണ്? 144 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് വേഗത്തിൽ നമുക്ക് ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 144-നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക, അതായത് ഘടകങ്ങളാക്കുക. അപ്പൊ 2 7 2, ഇനി 2 3 6, 2 18 അല്ലെ? 2 9, 3 3, പിന്നെ 3 1. ഇങ്ങനെയായില്ലേ ഘടകങ്ങൾ? ഇതൊക്കെയല്ലേ. ഇനി സ്ക്വയർ റൂട്ട് ആണ് വെച്ചെങ്കിൽ 2 ഘടകങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ഒരു ഘടകം എടുക്കുക, ഒരു 2 എടുക്കുക. ഇവിടെ 2 2 ഉണ്ട്,
ഒരു 2 എടുത്തു. ഇവിടെ 2 3 ഉണ്ട്, ഒരു 3 എടുത്തു. ഇനി ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ എന്താണ് 2 × 2 4, 4 × 3 12. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7 ഫാക്ടോറിയൽ ഈക്വൽ ടു, എങ്ങനെയാണ് ഫാക്ടോറിയൽ കാണുക? അതായത് n ഫാക്ടോറിയൽ ആണ് വെച്ചെങ്കിൽ എങ്ങനെയാണ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സിട്ര ഏത് വരെ എഴുതണം? 3 ഇൻറ്റു 2 ഇൻറ്റു 1 വരെ എഴുതണം. അങ്ങനെ ആവുമ്പോഴാണ് n ഫാക്ടോറിയൽ ആവുക. അപ്പൊ നമുക്ക് ഇവിടെ 7 ഫാക്ടോറിയൽ ആണ് അല്ലെ? എങ്ങനെ എഴുതുക? 7 ഇൻറ്റു 7 മൈനസ് 1 എത്രയാണ്? 6. 7 മൈനസ് 2 എത്രയാണ്? 5. ഇനി 6 ഇൻറ്റു 5 ഇൻറ്റു പിന്നെ അടുത്തത് എന്താ വരിക? 4 ഇൻറ്റു 3 ഇൻറ്റു 2. അതായത് നമുക്ക് ഈ 7 വരെയുള്ള സംഖ്യകളെ ഗുണിച്ച് എഴുതിയാൽ നമുക്ക് 7 ഫാക്ടോറിയൽ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? I4 20 ആണ് അല്ലെ? 20 20 ഇൻറ്റു 3 60, 60 ഇൻറ്റു 2 120, 120 ഇൻറ്റു 7 6 42 ആണ് അല്ലെ? അപ്പൊ എന്താ വരിക? 42 ഇൻറ്റു 120 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? 42 ഇൻറ്റു 12 ആദ്യം ചെയ്യുക. 10 + 2 അതായത് 420 പിന്നെ എത്രയാണ്? 84. അതായത് 4 0 504. പിന്നെ ഒരു 0 ഇല്ലേ? കാരണം എന്താണ്? 10 + 2 12 ഉള്ളൂ, 120 ആണ് ഇവിടെ. അപ്പൊ ഒരു 0 ചേർക്കണം. അപ്പൊ 5040 എന്നുള്ളതാണ് ആൻസർ. ഒന്നുമില്ല, നമ്മൾ ഇത് ഗുണിച്ച് എഴുതിയാൽ മതി. ഗുണിച്ച് എഴുതണേന് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള വഴിയാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2x + 3 = 11 ആയാൽ x എന്ത്? 2x + 3 11 ആയാൽ 2x എന്ന് പറയുന്നത് ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? -3 ആവും. അപ്പൊ നമുക്ക് ഇവിടെ 8 എന്ന് കിട്ടും. 2x 8 ആയാൽ x എന്ത് വരും? ഇവിടെ ഇൻറ്റു ആണ് വെച്ചെങ്കിൽ ഈക്വൽ ടുവിന്റെ അതായത് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ ആവും. അപ്പൊ 8/2 അത് എത്രയാണ്? 4. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഓപ്ഷനുകൾ ഇതിൽ ഇട്ട് നോക്കുക. അപ്പൊ 11 കിട്ടുന്നുണ്ടോ നോക്കുക. അത് ഏതാണോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് അതാണ് നമുക്ക് ടിക്ക് ചെയ്യേണ്ടത്. അപ്പൊ 2 4 നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 2 × 4 8, 8 + 3 11. 3 നോക്കി നോക്കൂ. 2 × 3 6 ആണ്. 6 + 3 9 ആണ്, 11 അല്ല. അപ്പൊ ഇതല്ലാന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അടുത്തത് ഇട്ട് നോക്കുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. 2x + 3 = 11 ആണ് വെച്ചെങ്കിൽ ഇത് ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്? അതിന്റെ സൈൻ മാറും. ഇപ്പൊ പ്ലസ് ഉള്ളത് മൈനസ് ആവും, ഇൻറ്റു ഉള്ളത് ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ ഉള്ളത് ഇവിടെ ഇൻറ്റു ആവും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a + b² = എന്താ വരിക? ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. a² + 2ab + b² ആണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇത് അങ്ങനെ പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പൊ ഓർമ്മയില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എന്താ ചെയ്യാം? a + b × a + b അല്ലെ? a + b². അപ്പൊ a × a എന്ന് പറഞ്ഞാൽ a² പ്ലസ് a × b ab പ്ലസ് b × a എന്ന് പറഞ്ഞാലും b എന്ന് പറഞ്ഞാലും ab തന്നെയല്ലേ? b × a എന്ന് പറഞ്ഞാലും a × b എന്ന് പറഞ്ഞാലും ഒരേപോലെയല്ലേ? ab പ്ലസ് b × b b². അപ്പൊ നമുക്ക് എന്ത് വരും? a² പ്ലസ് ഇത് ab കൂടി കൂട്ടിയാൽ 2ab + b². ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? a² + 2ab + b². അപ്പൊ ഇത് ഓർത്തു വയ്ക്കുക. a² + 2ab + b². ഏതാണ്? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 1/3. അതായത് ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യണത്. എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടുക? 1/2 ഉം 1/3 കൂടി കൂട്ടുമ്പോൾ നിങ്ങൾ
കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് ഡിനോമിനേറ്റർ, അതായത് ഛേദം എന്നുള്ളത് ഇതും സെയിം ആണ് വെച്ചെങ്കിൽ ഇവിടെയും നമുക്ക് കൂട്ടാം. പക്ഷെ ഇത് സെയിം അല്ല. അപ്പൊ സെയിം ആക്കണം. സെയിം ആക്കണം വെച്ചെങ്കിൽ എന്താണ് ഇതിന്റെ എന്ത് എടുക്കണം? LCM, അതായത് ലസാഗു എടുക്കണം. ലസാഗു എടുക്കുക. 2ന്റെയും 3ന്റെയും ലസാഗു എന്ന് പറഞ്ഞാൽ 2ലും 3ലും വേറെ ഒന്നും പോവില്ല അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ആവുമ്പോ നമുക്ക് അതിന്റെ LCM എന്ന് പറയുന്നത് അത് തമ്മിൽ ഗുണിക്കണതാണ്. അപ്പൊ 2 × 3 6 അതിന്റെ LCM. അപ്പൊ നമുക്ക് ഇവിടെ 6 കിട്ടണമെച്ചെങ്കിൽ × 3 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെയും × 3 ചെയ്യാം. ഇവിടെ × 2 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെയും × 2 ചെയ്യാം. അപ്പൊ നമുക്ക് അംശത്തിൽ എന്ത് വരും? 1 × 3 3 പ്ലസ് 1 × 2 2 ബൈ 6, അതായത് 5/6. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.25 × 0.4 പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചു നോക്കൂ. 25 × 4 ആണ്. 25 × 4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 100 ആണെന്ന്. കാരണം 25 25 25 25 4 പ്രാവശ്യം 25 കൂട്ടിയ 100 ആയില്ലേ? അതല്ലേ 25 × 4 എന്ന് പറയണത്. അപ്പൊ നമുക്ക് 25 × 4 100 ആണ്. ഇനി ഇവിടെ പോയിന്റ് നോക്കുക. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനം. അപ്പൊ നമുക്ക് ആൻസറിൽ എന്ത് വരും? ഇവിടെ 1 സ്ഥാനവും ഇവിടെ 2 സ്ഥാനവുമാണ് വെച്ചെങ്കിൽ ആൻസറിൽ എന്ത് വരും? 3 സ്ഥാനം. അതായത് 2ഉം 1ഉം 3 സ്ഥാനം വരണം. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇവിടുന്ന് 1 2 3 അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനത്താണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? 0.1. അതായത് ഈ 0 ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, അത് തന്നെയാണ്. അപ്പൊ 0.1 എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പൊ 0.25 × 0.4 എന്ന് പറഞ്ഞാൽ 25 × 4 ചെയ്യുക. എന്നിട്ട് പോയിന്റ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് ഇവിടെ പോയിന്റ് ഇടുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 200 ഡിവൈഡഡ് ബൈ 25. 200 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 100 ആണ് അല്ലെ, ബൈ 25. 100/25 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 25ല് 100ൽ എത്ര 25 ഉണ്ട്? 4 എണ്ണാണ് ഉള്ളത്. അപ്പൊ 2 × 4 എത്രയാണ്? 8. സി എന്നുള്ളതാണ് ആൻസർ. അല്ല, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് വിചാരിക്കുക. 200 ഡിവൈഡഡ് ബൈ 25 എന്നൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നേരം കുറെ പിടിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേഗത്തിൽ ചെയ്യാൻ പറ്റുക അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോഴേ നമുക്ക് വേറെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. നെക്സ്റ്റ്, 25% ഓഫ് 400 എങ്ങനെ ചെയ്യാം? 400ന്റെ 25% എന്ന് പറഞ്ഞാൽ 400 × 25% എങ്ങനെ എഴുതുക? 25/100 അല്ലെ. 25/100 ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേളൂ. 100ൽ എത്ര 25 ഉണ്ട്? 4. അപ്പൊ 400/4 ആയോ? 400/4 എത്രയാണ്? 100 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 2 3 എക്സെട്ര 50 വരെ ആവുമ്പോ സമ്മ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന്? ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുകയല്ലേ. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n × n+1/2 അല്ലേ. അപ്പൊ ഇവിടെ 50 എണ്ണാണ്. 50 × 51/2 അല്ലെ. ഇതില് നിങ്ങൾ 50/2 ആദ്യം ചെയ്യരുത്. കാരണം എന്താണ്? വേഗത്തിൽ ചെയ്യാൻ 51 × 5 ആദ്യം ചെയ്യാം. 5 5 5 25 0 ഡിവൈഡഡ് ബൈ 2 ഇതിന്റെ പകുതി അല്ലെ. ഇതിന്റെ പകുതി ആവുമ്പോ ഇവിടെ 2 എത്രയാണ്? ഒരു പ്രാവശ്യം. 5ല് 2 എത്ര പ്രാവശ്യം? ഈ 2 4. അപ്പൊ 15 ആയി. 15ല് 7 2 14. 10ല് 5. അതായത് 2550ന്റെ പകുതി നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? 1275 എന്നുള്ളതല്ലേ ആൻസർ വരിക. അപ്പൊ ഏതാണ് ആൻസർ? നോക്കൂ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കി പഠിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് 3/5 ഓഫ് 200. 200ന്റെ 3/5 ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? 200 ഇൻറ്റു 3/5. അപ്പൊ ഇവിടെ എന്താണ്? 200-ല് 5 എത്ര പ്രാവശ്യം പോകുന്നുണ്ട് നോക്കുക. അതായത് ഇവിടെ 20-ല് 5 4 പ്രാവശ്യം, പിന്നെ ഒരു 0 ചേർക്കുക. അപ്പൊ 40 ഇൻറ്റു 5 തന്നെയല്ലേ 200. അപ്പൊ 200-ല് 5 40 പ്രാവശ്യം പോവും. 40 ഇൻറ്റു 3 എത്രയാണ്? 4 3 12 120. ഏതാണ് ആൻസർ നോക്കൂ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 ഇൻറ്റു 15 എങ്ങനെ ചെയ്യാം? വേഗത്തിൽ ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറയണേ. 12 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 10 പ്ലസ് 5 അല്ലേ 15. അപ്പൊ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിക്കുക. അതായത് 12 ഇൻറ്റു 10 120 പ്ലസ് 12 ഇൻറ്റു 5 60. അപ്പൊ എന്താണ് വരിക? 120 പ്ലസ് 60 180. ആൻസറായി. വേഗത്തിൽ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് 1 4 7 എക്സിട്ര 10 ടേംസ് സം എങ്ങനെയാണ് കാണുക? അതായത് ഇത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയിലെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? തുക കണ്ടുപിടിക്കാനുള്ള വാക്യം SN = n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അല്ലെങ്കിൽ വേറൊരു വാക്യമുണ്ട് n ഇൻറ്റു T1 പ്ലസ് TN. ഇത് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഇവിടെ ടേംസ് സം ആണ് പറയണത് അല്ലേ? നോക്കാം. SN = n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ. nth ടേം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? അതായത് 10 ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് 10/2 എന്ന് എഴുതിക്കൂടെ? ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ സംഖ്യ, അത് 1 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ട്? 10 ടേം. 10 - 1 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എങ്ങനെയാ കാണുക? ഒരെണ്ണത്തിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്താൽ പോരെ? 4 - 1 3 ആണ്. 7 - 4 3 ആണ്. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇത് ചെയ്താൽ പോരെ? 5 ഇൻറ്റു 2 പ്ലസ് ഇവിടെ എന്താ വരിക? 9 × 3 27 അല്ലെ? 29 ഇൻറ്റു 5. 9 × 5 45. 4 ഈ 5 10 4 14. 145 എന്നുള്ളതല്ലേ ആൻസർ വരിക? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ നോക്കൂ? 45 4 ഈ 5 10 27 തന്നെയല്ലേ വരിക? 9 × 3 27. 27 പ്ലസ് 2 29. 45 A എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് 3 5 എക്സെട്ര 20 ടേംസിന്റെ സം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതേപോലെ തന്നെ. എങ്ങനെയാണ്? 1 3 5 എക്സെട്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ? കാരണം എന്താണ്? പൊതുവ്യത്യാസം ഉണ്ട്. പൊതുവ്യത്യാസമാണ് വരുന്നത്. അങ്ങനെ 20 ടേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാ? SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണേ. അപ്പൊ n എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. 20/2 ഇൻറ്റു 2 ഇൻറ്റു a ഇവിടെ എത്രയാണ്? 1 ആണ്. പ്ലസ് n-1 എന്ന് പറഞ്ഞത് എന്താണ്? 20 - 1 19 ആണ്. 19 ഇൻറ്റു d എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പൊ ഇത് എത്രയാ വരിക? 10 ഇൻറ്റു 2 പ്ലസ്
19 ഇൻറ്റു 2 എത്രയാണ്? 38 അല്ലേ? 38ഉം 2ഉം 40 ഇൻറ്റു 10 400. ഇതില് 400 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് കറക്റ്റ് ആവണത് 400 ആണ് കേട്ടോ. ഇനി വേറൊരു തരത്തിലും കൂടി ചെയ്യാം, അതും കൂടി പറഞ്ഞു തരാം. 1, 3, 5, 7 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിന്റെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. അതായത് എങ്ങനെയാണ് വരിക? 20 ഇൻറ്റു 20, അതായത് 400. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ 400 എന്ന് കിട്ടിയാലേ നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. അത് ചോദ്യം മിസ്റ്റേക്ക് ആവാനാണ്, ഓപ്ഷൻ മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2�3× 3�2 ഈക്വൽ ടു 2�3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ 3 തവണ ഗുണിച്ചത് എന്നുള്ളതാണ് അർത്ഥം. 2³ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 3 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4 ഇൻറ്റു 2 എത്രയാണ്? 8. 8 ഇൻറ്റു 3 ഇൻറ്റു 3 എത്രയാണ്? 9. 9 എത്രയാണ്? 72. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/3, 3/4, 5/6 ഫ്രാക്ഷൻസ് LCM എന്താണ്? അതായത് LCM ഓഫ് ദ ഫ്രാക്ഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? എങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ LCM കാണുക എന്നുള്ളത്? അതായത് LCM ഓഫ് ദ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് എഴുതി പഠിക്കേണ്ടതാണ്, ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. LCM ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻസ് ഈക്വൽ ടു ഫസ്റ്റ് എന്താണ്? ന്യൂമറേറ്ററിന്റെ LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ്. HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ നമുക്ക് LCM ഇവിടെ വന്നാ ഇവിടെ അംശത്തിലാണ് LCM വരേണ്ടത്, ഛേദത്തില് HCF ആണ്. ഇനി തിരിച്ചാണ് വെച്ചെങ്കിലോ, HCF ഓഫ് ഫ്രാക്ഷൻസ് ആണ് വെച്ചെങ്കിലോ, അപ്പൊ അംശത്തില് HCF വരണം, പിന്നെ ഛേദത്തില് LCM വരണം. അങ്ങനെയാണ്. അപ്പൊ LCM ഓഫ് ദ ഫ്രാക്ഷൻ 2/3, 3/4, 5/6 ആണ്. അപ്പൊ LCM ഓഫ് ന്യൂമറേറ്റർ ഇവിടെ എന്ത് വരും? ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5. ഇതിന്റെ LCM ഡിവൈഡഡ് ബൈ HCF ഓഫ് 3, 4, 6. HCF ഓഫ് 3, 4, 6 അല്ലെ? LCM ഓഫ് ഇത് ഡിവൈഡഡ് ബൈ HCF ഓഫ് ഇത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരിക? LCM ഇതിന്റെ എന്താ വരിക? 2 ഇൻറ്റു 3, 6, 6, 5, 30 അല്ലെ? HCF ഇവിടെ എന്ത് വരും? 1 ആണ് വരിക. അപ്പൊ 30/1 ആണ് വരിക. അപ്പൊ ഏതാണ്? 30. ഏതാണ് ആൻസർ? എ എന്നുള്ളതല്ലേ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 48, 72 HCF ഇൻറ്റു LCM ഈക്വൽ ടു HCF ഇൻറ്റു LCM എന്താണ് വരിക? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? HCF ഇൻറ്റു LCM ഈക്വൽ ടു 48 ഇൻറ്റു 72. 48നെ എങ്ങനെ എഴുതാം? 72 ഇൻറ്റു 50 മൈനസ് 2 എന്ന് എഴുതിക്കൂടെ? വേഗത്തിൽ ചെയ്യാനാണ് പറയണത്. അപ്പൊ 0, 2, 10, 1, 7, 35, 1, 36 മൈനസ് 2, 4, 7, 14. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യാൻ അറിയില്ലേ? ഇവിടെ 0 നിന്ന് 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്നാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 5 ആവും, ഇവിടെ എന്താവും? 9 ആവും, ഇവിടെ എത്രയാവും? 10 ആവും. 10 മൈനസ് 4 എത്രയാണ്? 6. 9 മൈനസ് 4 എത്രയാണ്? 5. 5 മൈനസ് 1 എത്രയാണ്? 4. 3. 3456. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 48 ഇൻറ്റു 70 പ്ലസ് 2 എന്ന് എഴുതിയാലും മതി.
അപ്പോഴും നമുക്ക് വേഗത്തിൽ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1, 2, 4, 8 8th ടേം എന്താണെന്ന്. 8th ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇത് എന്താണെന്ന് നോക്കൂ. 1 1 2 2 2 4 അങ്ങനെയല്ല. 1 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 ഇങ്ങനെയല്ലേ? അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? അതായത് സമഗുണിത പ്രോഗ്രഷൻ ആണ്. സമഗുണിത പ്രോഗ്രഷന്റെ nth ടേം കാണാനുള്ള വാക്യം നമുക്കറിയണം. എങ്ങനെയാണ്? an ഈക്വൽ ടു ar⁻n-1. ആർ എന്ന് പറയുന്നത് എന്താണ്? പൊതുഗുണിതം. പൊതുഗുണിതം ഇതിലേതാണ്? 2 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം. അതായത് 1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 2 2 n എന്ന് പറയുന്നത് 8th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ n എന്താണ് ഇവിടെ? 8 ആണ്. അപ്പൊ 8 മൈനസ് 1 അത് എത്രയാണ് വരിക? 2⁻7. 2⁻7 എത്രയാ വരിക? ഈ 2 4 4 2 8 8 2 16 16 2 32 32 2 64 64 2 128. ഏതാണ് ആൻസർ വരിക? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2x + 5 = 15 ആയാൽ x = എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 2x + 5 എന്ന് പറയുന്നത് 15 ആണ് വെച്ചെങ്കിൽ 2x ഇവിടെ എന്നെ നിർത്തുക. ഈ 5നെ +5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -5 ആവും. 15 - 5 അതായത് 10. അപ്പൊ 2x 10 ആണ് വെച്ചെങ്കിൽ x എന്താവും? ഈ ഇൻറ്റു 2 എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? /2 ആവും. ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പൊ 10/2 എത്രയാണ്? 5. അപ്പൊ x എന്താണ്? 5. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഓപ്ഷനും ചെയ്തു നോക്കുക. 2 × 4 8 8 + 5 15 അല്ല. അപ്പൊ അതല്ല. 2 × 5 10 10 + 5 15. അപ്പൊ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3x - 2 = 10 ആണ് വെച്ചെങ്കിൽ x എത്രയാ? 3x - 2 = 10 ആണ് വെച്ചെങ്കിൽ 3x എന്താവും? 10 + 2 ആവില്ലേ? അപ്പൊ 12 ആവില്ലേ? അപ്പൊ x എന്താവും? 12/3. അത് എത്രയാണ്? 4. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു നോക്കിയാലും മതി. പക്ഷെ കൊടുത്തു നോക്കുമ്പോൾ കുറെ സമയം പിടിക്കും. കാരണം ഡി ആണ് ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് എന്നുണ്ടെങ്കിൽ ഈ 3 ചെയ്ത് കഴിഞ്ഞിട്ട് വേണം 4ാമത്തെ ചെയ്യാൻ അല്ലെ? അപ്പൊ അത്രയും സമയം പോവല്ലേ നമ്മുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100 / 2 / 5. 100 / 2 / 5 അല്ലേ? 100 / 2 എത്രയാണ്? 50 ആണ് അല്ലേ? 100 / 2 100ന്റെ പകുതി 50 ആണ്. 50 / 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.75 എന്നുള്ളത് എങ്ങനെയാണ്? 0.75 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 75/100 അല്ലേ 0.75 എന്ന് എഴുതുക. കാരണം എന്താണ്? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും പൂജ്യമാണ് നമ്മളുടെ ഏതിൽ വരിക? അടിയിൽ വരിക. അപ്പൊ നമുക്ക് 1 ഇട്ട് കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും പൂജ്യം നമ്മൾ ഇടണം. അപ്പോഴാണ് നമുക്ക് 75/100 എന്ന് പറയുക. 75/100 എന്ന് പറയുന്നത് ഇനി എന്താണെന്ന് നോക്കണം. അതായത് 75ലും 100ലും പോണത് ഏതാണ്? 5 പോവും അല്ലെ? ഓരഞ്ച് 5 5 25. ഇവിടെ ആവുമ്പോഴോ 5 എത്ര പ്രാവശ്യം പോവും? 20 പ്രാവശ്യം അല്ലെ? ഇനിയും 5 പോവില്ലേ? 3 5 15. ഇതിലെങ്ങനെയാണ്? 4 5 20. 3/4 അല്ലേ? അപ്പൊ 0.75 എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുക. 1/4 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.25 ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക വേഗത്തിൽ കിട്ടാൻ വേണ്ടി. 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 0.25 25 പൈസയാണ് അല്ലെ? ഇനി 1/2 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 50 പൈസയാണ്. അതിനെ 0.50 എന്നാണ് എഴുതുക. ഇനി 3/4 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 75 പൈസയല്ലേ? അപ്പൊ 0.75.
ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ വേഗത്തിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, 75/100 എന്നിട്ട് അതിൽ ഏതാണോ 75ൻ്റെയും 100ൻ്റെയും HCF ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും ചെറിയ രൂപം കിട്ടുള്ളൂ. ചെറിയ രൂപം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? ശരിക്കും 75ലും 100ലും കോമൺ ആയിട്ട് ഏതൊക്കെയുണ്ടോ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് 75ൻ്റെയും 100ൻ്റെയും HCF കണ്ടിട്ട് ഒറ്റ ഇതില് ഡിവൈഡ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ എന്താണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വെട്ടി വെട്ടി കളയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1, 4, 9, 16 അങ്ങനെയാവുമ്പോ 10ാമത്തെ ടേം എന്താണ്? 1, 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1, 3, 4, 4, 5, 9, 9, 7, 16. ഏതെങ്കിലും ഒരു APO GPO അങ്ങനെ ഏതെങ്കിലും വരുമോ നോക്കൂ. ഓക്കെ, വേറെ ഒരു ഇതുണ്ട്, ഞാൻ പറയാം. 1 ഇത് 1 അല്ലെ, ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ അല്ലെ, ഇത് 4 സ്ക്വയർ അല്ലെ. ഇങ്ങനെ വരുമ്പോ 10 ടേം ആണ് നമുക്ക് പറഞ്ഞിരിക്കണേ. അപ്പൊ 10 ടേം നമ്മൾ എഴുതി നോക്കി 10ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 1ാമത്തെ ടേം 1, 2ാമത്തെ ടേം 2 സ്ക്വയർ, 3ാമത്തെ ടേം 3 സ്ക്വയർ, 4ാമത്തെ ടേം 4 സ്ക്വയർ. അപ്പൊ 10ാമത്തെ ടേം എന്ത് വരും? 10 സ്ക്വയർ വരും. 10 സ്ക്വയർ എന്താണ്? 100 ആണ്. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/5 + 3/10. ഞാൻ പറഞ്ഞു 2/5ഉം 3/10ഉം കൂടി കൂട്ടണച്ചെങ്കിൽ ഡിനോമിനേറ്റർ, അതായത് ഛേദം എന്ന് പറയുന്നത് ഒരേപോലെ ആവണം അല്ലെ. ഇവിടെ 5ആണ്, ഇവിടെ 10ആണ്. അപ്പൊ ഒരേപോലെ ആക്കണച്ചെങ്കിൽ ഈ 10ലേക്ക് ആക്കാൻ പറ്റും അല്ലെ, ഇൻറ്റു 2 ചെയ്തിട്ട്. അപ്പൊ നമുക്ക് LCM ഇതിന്റെ എന്താണ് വരിക? 5ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറയുന്നത് 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെച്ചെങ്കിൽ ആ മൾട്ടിപ്പിൾ ആയതാണ് LCM ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇൻറ്റു 2 ആണ് വരിക. അപ്പൊ ഇവിടെയും ഇൻറ്റു 2 വരും. അപ്പൊ എന്താണ്? 4 + 3/10 എന്നല്ലേ കിട്ടുക. അത് എത്രയാണ്? 7/10. ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത്. ഇനിയും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. Thank you for watching.